കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. താമരശ്ശേരി ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധത്തിൽ പങ്കെടുക്കുകയാണ്. സ്ത്രീകളടക്കം വൻ ജനക്കൂട്ടമാണ് കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. കക്കയത്ത് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, അവിടെ ആ പ്രതിഷേധം അങ്ങനെ തുടർന്നു പോവുകയാണോ? അവിടെ ചർച്ചകൾ എന്തെങ്കിലും, ഈ അനുനയ ചർച്ചകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഗോകുൽ, അനുനയ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാവുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പായിട്ടുള്ള മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ കൂടി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തുടർ സമരങ്ങളെ സംബന്ധിച്ചിപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നടത്തിയ 3 ചർച്ചകളും പരാജയമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ താമസിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കായിരുന്നു അബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ നൽകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വൈകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ആളുകളെ കണ്ട് അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം ഇനി എന്താണ് അടുത്ത തുടർ സമരം? ഇപ്പോൾ ആ പ്രതിഷേധക്കാരുടെ പ്രസംഗത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ആ പണി ഇവിടെ വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇനി ഒരു വന്യമൃഗം പോലും ഈ മലയോര മണ്ണിലേക്ക്, പണിയെടുക്കുന്നവന് കൃഷിത്തോട്ടങ്ങളിലേക്ക്, വീട്ടുപറമ്പിലേക്ക് വരരുത്. അതിനെന്ത് ചെയ്യണമോ അത് ചെയ്യാൻ ഇവിടെയുള്ള സർക്കാരും വനവകുപ്പും മെനക്കെടണം, പണിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അതൊക്കെ കാരണമേ ഉള്ളൂ. മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെയോ അവയ്ക്ക് തീറ്റയും വെള്ളവും ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് വനംവകുപ്പ് ഇത്രയും കാലമായിട്ടും അതിനുള്ളൊരു സംവിധാനം ഈ കാടുകളിൽ ഒരുക്കിയില്ല? അതാണ് ചോദ്യം. നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥര് ഇനിയെങ്കിലും വേർപ്പുള്ള നെറ്റുവീഴുന്ന കീഴിൽ പണിയെടുത്താൽ ഒരൊറ്റ ഈ മണ്ണിലേക്ക്, മലയോര കർഷകന്റെ മണ്ണിലേക്ക് വരില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇതൊരു താക്കീതിന്റെ സ്വരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട നടപടികൾ ഉടനടി ചെയ്യും. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ബിഷപ്പ് തന്നെ നേരിട്ടെത്തുകയാണ് സമരത്തിലേക്ക്. ഇനി സംസ്കാര ചടങ്ങുകളിലൊക്കെ എന്ത് തരത്തിലുള്ള ഉറപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? ഗോകുൽ, നിലവിൽ സൂചിപ്പിച്ച പോലെ തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, അതോടൊപ്പം കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകുക, ഈ കക്കയത്തെ വിവിധയിടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, വനാതിർത്തിയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുക തുടങ്ങി 5ഓളം ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ 5 കാര്യങ്ങളിലും യാതൊരു നടപടിയും, യാതൊരു പോസിറ്റീവായ റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം മാത്രമാണ് നിലവിലുള്ളത്. അതിൽ 5 ലക്ഷം രൂപ അടിയന്തരമായി നൽകാമെന്നും ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന പക്ഷം ബാക്കി 5 ലക്ഷം രൂപ നൽകാമെന്നുമാണ് ജില്ലാ ഭരണകൂടവും കളക്ടറും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് ഇവർ തയ്യാറായിട്ടില്ല. ഈ 5 ആവശ്യങ്ങളിൽ മുഴുവനായും അംഗീകരിക്കണമെന്നും അതിൽ രേഖാമൂലമായ ഉറപ്പുകൾ നൽകണമെന്നുമാണ് നിലവിൽ ഈ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ആവശ്യം. ഇപ്പോൾ തന്നെ അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും, അതായത് ഇബ്രാഹിമിന്റെ ഭാര്യയായ ആവശ്യങ്ങളിൽ അനുഭവപൂർവമായ നടപടികൾ, തീരുമാനമുണ്ടാവാതെ പിരിഞ്ഞു പോകില്ല എന്ന തരത്തിലാണ് കക്കയത്തെ ജനങ്ങളുടെ നിലപാട്. അവർ പ്രതിഷേധം തുടരുകയാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പ്രതിഷേധ റാലിയിലേക്ക്, ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് കർഷക നേതാക്കളുണ്ട്. കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഉപരോധ സമരം തുടരുന്നത്. വലിയ ജനക്കൂട്ടമാണുള്ളത്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം. നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കുടുംബത്തിൽ ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ. ആ പ്രദേശത്ത് ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ തീരുമാനമില്ലാത്തതിനാലാണ് സംസ്കാരം പോലും നടത്താതെ ഇപ്പോൾ പ്രതിഷേധം അവിടെ തുടരുന്നത്. ഇപ്പോൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.